ഞങ്ങൾക്ക് ഈ റേഷൻ കട കുടിയിലുകൊണ്ട് തന്നത് വളരെ നല്ല കാര്യമാണ്. ഒരു റേഷൻ വാങ്ങണമെങ്കിൽ 16 കിലോമീറ്റർ സഞ്ചരിക്കണം. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് നല്ലൊരു കാര്യങ്ങളാണ് ചെയ്തു തന്നത് ഗവൺമെൻറ്. 15 കിലോമീറ്ററാണ് ഞങ്ങൾ പോയി അരി മേടിക്കുന്നത് റേഷൻ കടയിൽ. പോകുന്ന വഴിക്ക് ആനകളും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ കുടിയിൽ കൊണ്ട് എത്തിച്ചതിന് ഒത്തിരി നന്ദികളുണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ്റിനും എല്ലാവർക്കും നന്ദികളുണ്ട്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം നേരിട്ടിരുന്ന ഒരു പ്രദേശമാണ് പന്നിയാർ എന്ന് പറയുന്നത്. പന്നിയാറിലെ റേഷൻ കട നിരവധി തവണ അരിക്കൊമ്പൻ ആക്രമിച്ചു. അതിനുശേഷം ചക്കക്കൊമ്പൻ്റെ ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ആ ഒരു വിഷയത്തിന് സർക്കാർ ഇടപെടലിലൂടെ പരിഹാരം ആയിരിക്കുകയാണ്. മന്ത്രി GR അനിൽ നമ്മോടൊപ്പമുണ്ട്. ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് കൂടി ഈ ഒരു പദ്ധതിയിലൂടെ പരിഹാരമാകുകയാണല്ലേ? അതെ, അരിക്കൊമ്പൻ്റെയും ചക്കക്കൊമ്പൻ്റെയും എല്ലാം ആക്രമണം ഉണ്ടായ ഒരു പ്രദേശം എന്ന നിലയിൽ ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇതിൻ്റെ ഗുണഭോക്താക്കളായ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുകയാണ്. അവരുടെ വീടുകളിൽ, അവരുടെ ഊരുകളിൽ അരി എത്തിക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ അരി എത്തിക്കുന്ന ഒരു സംവിധാനമാണ് സഞ്ചരിക്കുന്ന റേഷൻ കട. അതിൻ്റെ ഏറ്റവും നല്ല പ്രയോജനം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് നമ്മൾ നിൽക്കുന്ന ഈ കേന്ദ്രം. കേരളത്തിൽ ഈ പദ്ധതി ഈ ഒരു മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, 136 ഊരുകൾ, 136 സഞ്ചരിക്കുന്ന റേഷൻ കട ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇത് 137ാമത്തതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഈ മാസത്തോടു കൂടി കേരളത്തിലെ ഈ പദ്ധതി അനുസരിച്ചുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട യാഥാർത്ഥ്യമാവുകയാണ്. എന്തായാലും അത്തരത്തിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം അനുഭവിക്കുന്നത്, ഇല്ലെങ്കിൽ പ്രയോജനകരമാകുന്നത് ഈ പന്നിയാറിലെയും ഒപ്പം തന്നെ ആനയിറങ്കലിലെയും ഒക്കെ ആളുകൾക്കാണ്. ഈ ഒരു പദ്ധതിയെ അവർ അത്രയധികം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.